ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ബോഡി പാക്ക് മാത്രമല്ല, നമുക്കിത് ഫേസിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, മുഖക്കുരു വന്നു പോയിട്ടുണ്ടാവുന്ന പാടുകൾ, തഴമ്പുകൾ ഇതെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് നമ്മുടെ സ്കിൻ ടോൺ ഒരു 2-3 ഷെയ്ഡ്സ് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാനായിട്ടും ഈ ഒരു പാക്ക് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ ഉണ്ടാക്കി ഉപയോഗിക്കണം, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കണം. ആരും തന്നെ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കരുത്. 10 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള റെമഡി ആയതുകൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പൊട്ടാറ്റോ ആണ്, നമ്മുടെ ഉരുളക്കിഴങ്ങ് തോലോട് കൂടിയിട്ട് തന്നെ വേണം എടുക്കാനായിട്ട്. തോല് കളഞ്ഞെടുക്കരുത്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ തോലോട് കൂടിയിട്ട് ചെറിയൊരു ഉരുളക്കിഴങ്ങ് കേട്ടോ. നമുക്കിത് ഫുൾ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാം, ഫേസിലേക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ചെറുത് മതിയാകും, അത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടുതലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ നാരങ്ങയുടെ പീലാണ്. നാരങ്ങയുടെ അകത്തുള്ള ഒരു പൾപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പൊതുവേ നമ്മൾ നാരങ്ങയ്ക്കകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വൈറ്റമിൻ സി ധാരാളം ഉണ്ട് എന്നുള്ളത്. ഒരിക്കലും ധാരാളം വൈറ്റമിൻ സി നാരങ്ങയ്ക്കകത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് ചെറിയൊരു അളവിൽ നമ്മളിപ്പോൾ ചെറിയൊരു പെർസെൻറ്റേജ് നമുക്ക് ആ ഒരു നാരങ്ങയ്ക്കകത്ത് വൈറ്റമിൻ സി ഉള്ളത്, ബാക്കിയുള്ളത് ധാരാളം സിട്രിക് ആസിഡാണ്. ഓക്കെ, ഒരു 100 ഗ്രാം നമ്മൾ ലെമൺ ജ്യൂസ് എടുക്കണം. ലെമൺ ജ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാരങ്ങയുടെ നീരും മാത്രം കേട്ടോ, വെള്ളമൊന്നും ചേർക്കാതെ ലെമണിൻ്റെ ആ ഒരു നീരും മാത്രം ഒരു 100 ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആകപ്പാടെ നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ സിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 53 മില്ലിഗ്രാം മാത്രമാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ജ്യൂസിനേക്കാളും കുറച്ചുകൂടി നമുക്ക് കൂടുതൽ അളവിൽ കിട്ടുന്നത് നമ്മുടെ നാരങ്ങയുടെ തൊലിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ഒരുപാടുണ്ടെന്ന് ഞാൻ വീണ്ടും പറയുന്നില്ല, ചെറിയൊരു അളവിൽ നമുക്ക് തൊലിയിൽ കൂടുതലായിരിക്കും. ഇതിനകത്ത് നീരിനകത്ത് അധികം ഉള്ളത് സിട്രിക് ആസിഡാണ്. തൊലിക്കകത്ത് പിന്നെയും നമുക്ക് വൈറ്റമിൻ സിൻ്റെ കണ്ടൻറ്റ് കുറച്ചധികം തന്നെ ഈ ഒരു ജ്യൂസിനേക്കാളും അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു 2-3 ചെറുനാരങ്ങയുടെ തോലെടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു 2 ആവാം കേട്ടോ. 2-3 ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും അതിനകത്തുള്ള ജ്യൂസ് വേണ്ട, ആ ഒരു പീല് മാത്രം മതിയാകും. ഓക്കെ, വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു 100 ഗ്രാമിൻ്റെ നാരങ്ങ ജ്യൂസ് ഒന്ന് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ പൊന്നോ, മുഖമൊക്കെ അങ്ങോട്ട് ആകപ്പാടെ അങ്ങ് പൊള്ളി നാശമാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി ആരെങ്കിലും വൈറ്റമിൻ സി ധാരാളം നാരങ്ങനകത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ആ ഒരു നാരങ്ങയുടെ തോലിയും ഉരുളക്കിഴങ്ങ് നല്ല രീതിക്ക് വെള്ളമൊക്കെ ചേർത്ത് നല്ല രീതിക്ക് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ കോറപ്പൊടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഈ ഒരു കോറപ്പൊടിക്ക് പകരം അരിപ്പൊടി ചേർത്തോട്ടെ, ഗോതമ്പൊടി ചേർത്തോട്ടെ, അത് എനിക്കറിയാം. നിങ്ങൾ താഴെ എന്തായാലും വന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചേർത്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനും ചേർത്ത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ പൗഡറാണ് ഈ ഒരു കോറപ്പൊടി കേട്ടോ. ഈ ഒരു കോമ്പിനേഷനിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ ഒരു പൗഡറാണ് ഈ ഒരു കോറപ്പൊടി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അരിപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ കടലമാവ് ചേർക്കാം, ഗോതമ്പൊടി ചേർക്കാം, ഏത് പൊടി വേണമെങ്കിലും നമുക്ക് ചേർക്കാം, പ്രശ്നമല്ല. അപ്പോൾ എനിക്ക് ഇതിലാണ് കുറച്ചുകൂടി റിസൾട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതാണോ പൊടി അവൈലബിൾ ആയിട്ടുള്ളത് ആ രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതും കൂടി നിങ്ങൾ ചേർത്ത് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്ക് അങ്ങ് റെഡി. ഇനി നമുക്കിത് അങ്ങ് എടുത്ത് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ ബോഡിയിൽ ടോട്ടൽ ബോഡിയിലേക്ക് നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബാത്റൂമിൽ പോയി കുളിക്കുക, സോപ്പൊക്കെ ഉപയോഗിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പാക്ക് ബോഡിയിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ ടോട്ടൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തൊരു 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നമ്മൾ വെള്ളം ഉപയോഗിച്ച് അങ്ങ് കഴുകുക. പിന്നെ സോപ്പ് ഉപയോഗിക്കരുത്. നമ്മൾ ആദ്യം കൂട്ടി നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞു, നമ്മുടെ ശരീരം മുഖം നല്ല രീതിക്ക് വൃത്തിയാക്കി കഴിഞ്ഞു. എന്നിട്ട് അതിന് മീതെയാണ് നമ്മൾ ഈ ഒരു കൂട്ട് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഒരു 15-20 മിനിറ്റ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, എന്നതിന് ശേഷം അതങ്ങ് കഴുകി കളയാം. പിന്നെ നമ്മൾ കുളി കഴിഞ്ഞ് വന്ന ശേഷം ബോഡി മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഫേസ് മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫേസിൽ നല്ല രീതിക്ക്, ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും നല്ല രീതിക്ക് മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതൊരു ആഴ്ചയിൽ 3-4 തവണ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.